السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. അറിവിൻ്റെ വിഹായസിൽ റോമാണം പരത്തിയ ഒരു ജ്ഞാന സുഗന്ധപ്പൂ കൊഴിയു വീണു. ശൈഖുൽ ജാമിഅയും ഇതാ നമ്മെ വിട പറഞ്ഞു. സദാ ചുണ്ടിൽ ചിരി തൂകി മൃദുലമായി തഴുകിയ വിനയത്തിനിളം തെന്നൽ നിലച്ചു പോയി. നമ്മെ നയിക്കുവാൻ ഇനിയെന്നും സ്മരണ ബാക്കി. പല ദേശവിശേഷങ്ങൾ, പല ഭാഷവിധാനങ്ങൾ, നന്നു ചെന്നതിനോളം വിനയം പൂണ്ട് നല്ല രചനയിൽ തിളങ്ങിയ മലർ പൂച്ചെണ്ട്. പകിട്ടോടെ സമസ്തയെ പതിറ്റാണ്ട് നയിച്ചവർ പടച്ചോനിൽ ലയിച്ചല്ലോ തഹലീലെ. ചുണ്ടിൽ മധുമന്ദസ്മിതം പൂണ്ട് വിടർന്ന ഹാലെ. നാളെ സുവർഗത്തിൽ അവർ കൂടെ ഇടം നൽകല്ലാഹ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ യൂസുഫ് ഉസ്താദ്, അതുപോലെ ഇവിടെ ഹബ്ബുൻ നബി പ്രഭാഷണം നിർവഹിക്കുന്ന പ്രിയ സുഹൃത്ത് ഹാഫിള് സ്വാലിഹ് നിസാമി അവറുകൾ, ഇവിടെ വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ മഹല്ല് ഭാരവാഹികൾ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, വളരെ മഹത്തായ ഒരു നാം നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചൊല്ലിയ മജ്ലിസ് നൂറും മറ്റു സൂറത്തുകളെല്ലാം നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഇതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്ഹാബുൽ ബദറിൻ്റെ മദദും ഹിഫ്ളും ഹിമായത്തും നമ്മുടെ ജീവിതത്തിലുടനീളം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യന്റെ വിജയം കണക്കാക്കപ്പെടുന്നത് അവന്റെ അന്ത്യം നോക്കിയിട്ടാണ്. അന്ത്യം നന്നായാൽ മാത്രമേ നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓരോ മുഅ്മിനും അവന്റെ ആയുസ് മുഴുവനും ചെലവഴിക്കേണ്ടത്, അവൻ ജീവിതത്തിൽ മുഴുവൻ അവൻ പണിയെടുക്കേണ്ടത് അവന്റെ ആ മരണം നന്നാവാൻ വേണ്ടി. അപ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് നല്ല മരണം നേടിയെടുക്കാൻ സാധിക്കുക? പുഞ്ചിരിച്ച് മരിക്കാൻ എങ്ങനെ സാധിക്കും? അതിനെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അതാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അതിന് ഉത്തമമായ മാതൃക നമുക്ക് ജീവിതം കൊണ്ട് കാണിച്ചു തന്ന് നമ്മോട് വിട പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് നവറല്ലാഹു മൻഖദ. അല്ലാഹു അവിടുത്തെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ. അവിടത്തോടൊപ്പം നാളെ സ്വർഗത്തിന്റെ ഉന്നത സോപാനത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സംഭവ ബഹുലമായിരുന്നു അവിടുത്തെ ജീവിതം. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ജീവിതമാണ്. ഒരുപാട് തൗഫീഖുകൾ മഹാനാണ്. ഒരുപാട് സൽഗുണങ്ങൾ കൊണ്ട് സമ്പന്നമായ വ്യക്തിത്വമാണ്.
അവരെ ഇത്രയേറെ ഔന്നിത്യത്തിലേക്ക് നയിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്തെന്നറിയുമോ? ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ ഇൽമിനു വേണ്ടി ചെലവഴിച്ചു എന്നതാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അള്ളാഹുവിന്റെ ഇൽമ പഠിക്കാൻ വേണ്ടി തുനിഞ്ഞു എന്നതാണ്. തുടർന്നങ്ങോ മുഴുവനും അള്ളാഹുവിന്റെ ഇൽമിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച വളരെ സംഭവബഹുലമായ ജീവിതമായിരുന്നു മഹാനവറുകൾ നയിച്ചത്. മനസ്സിലാക്കണം. കൃത്യമായി പറഞ്ഞാൽ 7ാമത്തെ വയസ്സിൽ തന്നെ കിതാബോധി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ മുൻഗാമികളുടെ ചരിത്രത്തിലൊക്കെ ഇങ്ങനെ കേൾക്കാറുള്ളൂ. ഇത്രയും ചെറുപ്പത്തിലൊക്കെ കിതാബ് ഓതാൻ വേണ്ടി പോകുക എന്നുള്ളത് നമ്മികളായ ഇമാമികളുടെ ചരിത്രത്തിലൊക്കെ കേൾക്കാറുള്ളൂ. അപ്പൊ അത്രക്കും വലിയ സൗഭാഗ്യം ലഭിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് നവറല്ലാഹു മർഖദ. അതിന്റെയൊക്കെ ഫലമായിട്ടാണ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ, ഒരുപാട് ഔന്നിത്യങ്ങൾ അവർക്ക് നേടാൻ സാധിച്ചു. എത്തരത്തിൽ 16ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 17ാമത്തെ വയസ്സിൽ തിരൂർക്കാട് ഖത്തീബായി ചാർജ് എടുത്തു. തിരൂർക്കാട് പള്ളിയുടെ ഖത്തീബാണ്. 16-17 വയസ്സെന്ന് പറയുമ്പോൾ ഇന്നൊക്കെ പല കുട്ടികളും ദർസിൽ ചേരുന്ന സമയമാണ്. ആ സമയത്ത് തിരൂർക്കാട് പള്ളിയുടെ ഖത്തീബാണ്. അന്ന് അവിടെ മുഅദ്ദിനായിട്ടുണ്ടത് ആരെന്നറിയുമോ? അതവരുടെ വന്യപിതാവാണ്. വന്യപിതാവിന്റെ കൈകളിൽ നിന്ന് വാളെടുത്തിട്ട് മിമ്പറിൽ കയറുന്ന മകന്റെ ആ ഒരു ഔന്നിത്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ മകന്റെ ഔന്നിത്യം ഒന്ന് മനസ്സിലാക്കി നോക്കൂ. ആ പിതാവിന് എത്രത്തോളം അഭിമാനം ഉണ്ടായിരിക്കും, എത്ര അഭിമാനത്തോടു കൂടെയായിരിക്കും ആ വാളെടുത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അങ്ങനെ ഒരുപാട് ഉന്നതികൾ കൈവരിച്ച ജീവിതമാണ്. തീർന്നില്ല. പിന്നീട് 20ാമത്തെ വയസ്സിലെ ആ മഹലിന്റെ ഖാദിയാവും. സുബ്ഹാനല്ലാഹ്. 20ാമത്തെ വയസ്സിൽ ആ മഹലിന്റെ ഖാദിയാണ്. ഒരു മനുഷ്യൻ, ഒരു പണ്ഡിതൻ ഖാദിയാവാൻ എത്രത്തോളം ഇൽമുകൾ സ്വായത്തമാക്കണം, എത്രത്തോളം ഇൽമുകൾ അവൻ പഠിക്കണം. ഈ ചുരുങ്ങിയ കാലത്ത്, ഈ 10-18 വർഷത്തിനുള്ളിൽ ഒരു ഖാദിയാവാൻ യോഗ്യനാകും വിധം അള്ളാഹുവിന്റെ ഇൽമ് പഠിച്ചെടുത്തു മഹാൻ. ഒന്ന് ആലോചിച്ചു നോക്ക്. അങ്ങനെ ഒരുപാട് ഔന്നിത്യങ്ങൾ അവർക്ക് ലഭിച്ചു. ഇതിന്റെ എല്ലാം മൂലകാരണം ഇൽമിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇൽമിന്റെ പവിത്രത പറഞ്ഞു തീർക്കാൻ പറ്റാത്തതാണ്. ഒരുപാട് ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ മഹത്വം വിശദീകരിക്കുന്നുണ്ട്. എത്ര ഹദീസുകളാണ് ഇൽമിന്റെ മഹത്വം വിളിച്ചോതുന്നത്. എത്ര ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇൽമിന്റെ മഹത്വം നമ്മെ പഠിപ്പിച്ചത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂദർദാ തങ്ങളെ തൊട്ട് ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല അവസരത്തിൽ ഇൽമിന്റെ മഹത്വത്തെ പറഞ്ഞ് അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ ഹദീസുകൾ ഭൂരിഭാഗം ഹദീസുകളും ഉൾക്കൊള്ളിച്ച ഹദീസാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല സമയത്തും പറഞ്ഞ ഹദീസുകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഹദീസ്. അതിലിങ്ങനെ പറയുന്നു: من سلك طريقا يلتمس فيه علما سلك الله به طريقا من طرق الجنة وإن الملائكة لتضع أجنحتها رضا لطالب العلم وإن العلم ليستغفر له من في السماوات ومن في الأرض حيتان في جوف الماء وإن فضل العلم على العبد كفضل القمر ليلة البدر على سائر الكواكب وإن العلماء ورثة الأنبياء. അങ്ങനെ തുടങ്ങുന്ന ഒരു വിശാലമായ ഹദീസാ. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ, ആരെങ്കിലും ഇൽമ അന്വേഷിച്ചുകൊണ്ടൊരു വഴിയിൽ പ്രവേശിച്ചു സലക്കല്ലാഹു ബിഹി ത്വരീഖൻ മിൻ തുറുഖിൽ ജന്നാ, അതിന്റെ കാരണത്താൽ അള്ളാഹു അവനെ സ്വർഗത്തിന്റെ ഒരു വഴിയിലൂടെ പ്രവേശിപ്പിക്കുമെന്നാണ്.
ഇൽമ് തേടിക്കൊണ്ടൊരു വഴിയിൽ പ്രവേശിച്ചാൽ അക്കാരണത്താൽ സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയിൽ അവൻ അല്ലാഹു പ്രവേശിക്കുമെന്നാണ്. തീർന്നില്ല. വഇന്നൽ മലായികത ലതലഉ അജ്നിഹ, തീർച്ചയായിട്ടും മലായികത്ത് കിറാം അലൈഹിമുസ്സലാം അവരവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുമെന്നാണ്. റിവല്ലി ത്വാലിബിൽ ഇൽമി, ഇൽമന്വേഷിക്കുന്നവന് അവനെ തൃപ്തിപ്പെട്ടുകൊണ്ട് അവനക്ക് വേണ്ടി ചിറക് താഴ്ത്തി കൊടുക്കുമെന്നാണ്. വഇന്നൽ ആലിമാ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വൽഹീതാനു ഫീ, വെള്ളത്തിന്റെ അടിത്തട്ടിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളും അതുപോലെ ആകാശഭൂമികളിലെ സകല ചരാചരങ്ങളും ഒരു ആലിമിന് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുമെന്നാണ്. ഒരു ആലിമിന് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ പൊറുക്കലിനെ ചോദിക്കുമെന്നാണ്. وإن فضل العالم على العابد كفضل القمر البدر على سائر الكواكب. ഒരു ആലിമിന്റെ ഫضل എത്രയാണ്! ഒരു ഇബാദത്ത് എടുക്കുന്ന ഒരു വ്യക്തിയെ അപേക്ഷിച്ച് ഒരു ഇൽമു പഠിക്കുന്ന ഒരു വ്യക്തിയുടെ സ്ഥാനം എത്രയെന്നറിയുമോ? 14 രാവിലെ ചന്ദ്രൻക്ക് മറ്റു നക്ഷത്രങ്ങളെക്കാൾ മറ്റു ഗോളങ്ങളെക്കാൾ എത്രത്തോളം സ്ഥാനമുണ്ടോ അത്രത്തോളം സ്ഥാനം ഒരാലിമായ വ്യക്തിക്ക്, ഒരാബിദായ വ്യക്തിയേക്കാൾ ഉണ്ടെന്നാ. ആലോചിച്ചു നോക്കൂ, എത്ര പവിത്രതകളാണ്, എത്ര മഹത്വങ്ങളാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഈ ഇൽമിന് നൽകിയിട്ടുള്ളത്. വഇന്നൽ മലായികത വഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ, തീർച്ചയായിട്ടും പണ്ഡിതന്മാർ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. അങ്ങനെ തുടങ്ങുന്ന ഒരു ബൃഹത്തായാണ് ഈ ഹദീസ്. ഇതിലൂടെ ഇതെല്ലാം വിശദീകരിക്കുന്നത്, ഈ ഹദീസ് കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങളാണ്. ആ ഖുർത്തുബി തങ്ങൾ ഈ ഹദീസിനെ കൊണ്ടുവന്നതിന് ശേഷം പറയുകയാണ്, വഹാദാ ഹദീസുൻ അളീമുൻ യദുല്ലു അലാ അന്ന തലബൽ ഇൽമി അഫ്ളലുൽ അഅമാൽ. ഈ ഹദീസ് അറിയിക്കുന്ന കാര്യം എന്തെന്നറിയുമോ? ഈ ഹദീസ് അറിയിക്കുന്ന കാര്യം ഇൽമ് പഠിക്കലാണ്. വലിയ അമല്, ഏറ്റവും ശ്രേഷ്ഠമായ അമല് അത് ഇൽമ് പഠിക്കലാണ്. മാത്രവുമല്ല, വഅന്നഹു ലാ യബ്ലുഗു അഹദുൻ റുത്ബത്തൽ ഉലമാ, അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഒരാളും ആ ആലിമിന്റെ മഹത്വം, പണ്ഡിതന്മാരുടെ മഹത്വം കൈവരിക്കുകയില്ല. ഒരാൾക്കും പണ്ഡിതന്റെ മഹത്വം കൈവരിക്കാൻ സാധിക്കുകയില്ല. അത്രത്തോളം ഇൽമിന് പവിത്രതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചില്ലേ, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ വലാ തകുൻ ഖാമിസാ. ഒന്നുകിൽ നീ ഒരു അറിവുള്ള പണ്ഡിതനാവണം, അല്ലെങ്കിൽ നീ ഇൽമു പഠിക്കുന്ന ഒരു മുതഅല്ലിമാവണം, അല്ലെങ്കിൽ നീ ഇൽമു കേൾക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ ഇതൊന്നും സാധിച്ചിട്ടില്ലെങ്കിൽ ഇൽമിനെയും ഇൽമിന്റെ അഹ്ലുകാരെയും ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കണം. വലാ തകുൻ ഖാമിസാ ഫതഹ്ലിക് വലാ തകുൻ ഖാമിസാ, അഞ്ചാമത്തെ ഒരാളാവല്ലേ. അങ്ങനെ ആയാൽ ഫതഹ്ലിക്, നീ നശിക്കുമേ, അങ്ങനെ ആയാൽ നീ നശിക്കും കേട്ടോ. റസൂലുനാ സ്വല്ലല്ലാഹു അലൈഹി. അപ്പോൾ ഇൽമിന് ഇത്രയേറെ പവിത്രതയുണ്ട്. ഇൽമിന്റെ പവിത്രത ഈ നമ്മുടെ ഈ നാട്ടുകാർക്ക് ഓതിക്കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന്റെ മഹത്വം പണ്ഡിതന്മാർ ഇൽമിനെയും അതിന്റെ അഹ്ലുകാരെയും അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരു നാട്ടുകാരാണ് നമ്മുടെ നാട്ടുകാർ. അല്ലാഹു സുബ്ഹാനഹു തആല അതിനൊക്കെ പ്രതിഫലമായിട്ട് സ്വർഗത്തിൽ ഉന്നതമായ പദവി എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉമ്മമാർ ഒരു ബുദ്ധിമുട്ടും കൂടാതെ 50-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ദർസിൽ ഒരാൾക്കും ഒരു പ്രയാസവും വരുത്താതെ ഭക്ഷണം നൽകുന്ന ഉമ്മമാര്, സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും സഹായിക്കുന്ന നാട്ടുകാര്, എല്ലാം കൊണ്ടും റാഹത്ത്, എല്ലാം കൊണ്ടും സമാധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട വലിയ വലിയ മഹാന്മാരോടുകൂടെ നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അവർക്കും നമുക്കും എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ.
അപ്പോൾ ഇൽമു കൊണ്ടാണ് അവർ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിന് അവർ അല്ലാഹു ബർക്കത ഇത്രയേറെ പദവികൾ കൈവരിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് തൗഫീഖുകൾ ലഭിച്ച മഹാനാണ്. അങ്ങനെ ഒരുപാട് തൗഫീഖുകൾ. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, 47 വർഷം പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ മുദരിസായി സേവനമനുഷ്ഠിച്ചവരാണ്. 47 വർഷം പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ വിദ്യാർത്ഥികൾക്ക് ഇൽമു പറഞ്ഞു കൊടുത്തു എന്ന് പറയുമ്പോൾ എത്ര ശിഷ്യന്മാരുണ്ടായിരിക്കും? അവർക്കൊക്കെ ഇൽമു പറഞ്ഞു കൊടുത്തതിന്റെ പ്രതിഫലം എത്രയായിരിക്കും ഒന്ന് ആലോചിച്ചു നോക്ക്. അപ്പോൾ ഒരു ആലിമായതിന്റെ ആ തൗഫീഖാണ്, ആ ഭാഗ്യമാണ് അവരുടെ അവസാന സമയത്ത് വരെ നമുക്ക് കാണാൻ സാധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൂടെ നമ്മെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. തീർന്നില്ല. ഈ ഒരു ഇൽമ മാത്രമല്ല, ഇൽമ കൊണ്ട് മാത്രം മതിയായില്ല, ഒരുപാട് സൽഗുണങ്ങൾ കൊണ്ട് സമ്പന്നമായ വ്യക്തിയാണല്ലോ. അവരിൽ ഏറ്റവും പ്രകടമായ ഒരു വിശേഷണം എന്തെന്നറിയുമോ? അതവരുടെ വിനയവും സൗമ്യതയുമാ. സൗമ്യതയുടെയും വിനയത്തിന്റെയും പ്രതീകമായിട്ടല്ലാതെ ഈ മുസ്ലിം കൈരളിക്ക് അവരെ സങ്കല്പിക്കാൻ സാധിക്കുകയില്ല, അവരല്ലാതെ സ്മരിക്കാൻ സാധിക്കുകയില്ല. അത്രയും സൗമ്യതയുടെയും വിനയത്തിന്റെയും ഉടമയാണ്. ആത്മാർത്ഥമായി ഇൽമ പഠിച്ചതിന്റെ നേട്ടമാണ്. അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഇൽമ പഠിച്ചാൽ അതിലൂടെ ലഭിക്കുന്ന, അതിലൂടെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് വിനയമെന്നത്. ഒരു മുഅ്മിനായ ഒരു ആലിമിന്, ഉഖറവിയായ ആലിമിനിക്ക് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ വിശേഷണമാണ് തവാ. ആ തവാളുവിന്റെ വലിയ ഉദാഹരണമായിരുന്നു ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് നവ്വറല്ലാഹു മർഖദാ. ഇൽമ അധികരിക്കുന്നിടത്തോളം ഇൽമ അധികരിക്കുന്നതിനനുസരിച്ച് തവാലും അധികരിക്കണമെന്നാണ്. ഇൽമ കൂടുന്നതിനനുസരിച്ച് വിനയവും വർദ്ധിക്കണമെന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത്. റസാനത്തുൽ ഇൽമി മന്നതു സഖിലുഹു യംശി ഖാദിയാൻ മിഖ്ദാര അസ്ഖാലി ويسجد الغصن بالأثمار إذ حملت أشجاره داليا من بعد إذلال. റസാനത്ത് എന്ന നമുക്കെല്ലാവർക്കും അറിയാകുന്ന റസാനത്ത് എന്ന കിതാബിലുൾ പറയുന്നുണ്ട്. അതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന ബൈത്താണ് റസാനത്തുൽ ഇൽമി, ഇൽമിന്റെ കുല. മൻ കാനത് തുസഖിലുഹു, ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയെ ആ ഇൽമിന്റെ കുലകൾ എന്ന് പറഞ്ഞാൽ ഇൽമ് ആരെങ്കിലും ഭാരമാക്കിയാൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇൽമിന്റെ കുലയെ ഏറ്റി നടന്നാൽ, ഇൽമ് ചുമന്ന് നടന്നാൽ, യംശി ബിഹാ, അവൻ ആ റസാനത്തിൽ ഇൽമു കൊണ്ട്, ആ ഇൽമിന്റെ വലിയ കുലകൾ കൊണ്ട് അവൻ നടക്കും. ഖാലിഅൻ മിഖ്ദാര അസ്ഖാലി, ഇങ്ങനെ താഴ്ന്നു നടക്കും. മിഖ്ദാര അസ്ഖാലി, അവൻ ചുമന്നിരിക്കുന്ന ഭാരത്തിന്റെ അളവനുസരിച്ച്, തോതനുസരിച്ച് അവൻ ഇങ്ങനെ താഴ്മയോടുകൂടി നടക്കും. വയസ്ജുദുൽ ഹുസ്നു വയസ്ജുദുൽ ഹുസ്നു ബിൽ അസ്മാരി, ഫലം അധികരിക്കുന്നത് കൊണ്ട്, ഫലങ്ങൾ കൊണ്ട് കൊമ്പിങ്ങനെ താഴ്ന്നു വരും, തുമ്പിങ്ങനെ സുജൂദ് ചെയ്യും. ഫലങ്ങൾ അധികരിക്കുമ്പോൾ കൊമ്പിങ്ങനെ താഴ്ന്നു വരും. ഏത് നേരത്ത്? ഇത് ഹമലത് അഷ്ജാറുഹു, ആ കൊമ്പുള്ള മരങ്ങൾ ഇങ്ങനെ ചുമന്നു നിൽക്കുന്ന നേരത്ത്, ഈ ഫലങ്ങളെ ചുമന്നു നിൽക്കുന്ന നേരത്ത് അതിന്റെ കൊമ്പുകൾ ഇങ്ങനെ താഴ്ന്നത് നാം കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ദാലിയം മിംബഅൻ, ഉയർന്നതിന് ശേഷം താഴ്ന്ന നിലക്ക് എന്ന് പറഞ്ഞാൽ ഈ ഫലങ്ങളൊന്നും കായ്ക്കാത്ത അവസ്ഥയിൽ ആ കൊമ്പ് ഉയർന്നിട്ടായിരുന്നു. ഫലങ്ങൾ കായ്ച്ചു തുടങ്ങുമ്പോൾ കൊമ്പിങ്ങനെ താഴ്ന്നു വരും. അതുപോലെ തന്നെ ഇൽമിങ്ങനെ കൂടുന്നിടത്തോളം അതിനോളം അവനിങ്ങനെ താഴ്ന്നു വരണമെന്നാണ്. അതിനാണ് തവാളു. ആ താഴ്മയാണ് വിജയത്തിന്റെ എല്ലാം നിദാനം. ആ തവാളുവിന്റെ പ്രതീകമായിരുന്നു ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിന് കഥ. മാത്രവുമല്ല വളരെ സൗമ്യശീലനായിരുന്നു. ഏത് മനുഷ്യരോട് ഇടപെടുമ്പോഴും വളരെ പുഞ്ചിരിച്ചുകൊണ്ട് സൗമ്യതയോടു കൂടെയായിരുന്നു പെരുമാറിയിരുന്നത്.
പരിശുദ്ധമായ ദീനിൽ ഇസ്ലാം വളരെയേറെ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് സൗമ്യത. ആളുകളോട് ദേഷ്യപ്പെടാതെ വളരെ പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കണം, മുഖപ്രസന്നതയോടുകൂടി സംസാരിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടർമാണ്. ഞാൻ പറഞ്ഞുവല്ലോ, നാളെ ഈ മരണസമയത്ത് പുഞ്ചിരിച്ച് മരിക്കണോ, അതിന് ഇത്യാദി വിശേഷണങ്ങൾ നാം കൈവരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ മാത്രമാണ് ഈ പുഞ്ചിരിച്ച് മരിക്കാൻ സാധിക്കുന്നത്. അപ്പോഴാണ് റാഹത്തോടുകൂടി അള്ളാഹുവിന്റെ അടുത്ത് വളരെ സമാറുകൂടി വളരെ സന്തോഷത്തോടെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഈ നശ്വരമായ ഭൂമിയിൽ നാം ആ മലായിക്കത്ത് വരുന്ന ആ റൂഹ പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് പുഞ്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ വിശേഷണങ്ങളെല്ലാം നാം ജീവിതത്തിൽ പകർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആദ്യമായിട്ട് ഇൽമിനെ നാം മുറുകെ പിടിക്കണം. പിന്നീട് വറഅാണ്. ഏതൊരു മുഅ്മിനിന്റെ മനുഷ്യന് മുമ്പിലും താഴ്മയോടുകൂടെയായിരിക്കണം നാം അവരോട് പെരുമാറേണ്ടത്. മറ്റൊരു വിശേഷണം സൗമ്യതയാണ്. ദേഷ്യമില്ലാതെ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് ഉള്ളിൽ നിഷ്കളങ്കത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ നിലയ്ക്ക് ഏതൊരു വ്യക്തിയോടും നാം പെരുമാറാൻ പാടുള്ളൂ. അതാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് നവ്വറല്ലാഹു മർക്കദം നമുക്ക് കാണിച്ചു തന്നത്. അങ്ങനെയാകുമ്പോഴേ മലായിക്കത്ത് വരുമ്പോൾ പുഞ്ചിരിക്കാൻ സാധിക്കുകയുള്ളൂ.